ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടുണ്ടല്ലോ, നമ്മളുടെ വീട്ടിലാണെങ്കിൽ തന്നെ അവിടെ നമുക്ക് ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു സ്പേസ് നല്ലൊരു ഹാപ്പി പ്ലേസ് ആയിട്ടും അതേപോലെ തന്നെ നല്ല കോസി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വീടിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ആളുകൾക്ക് കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാലും മുൻപ് ഓഫീസിലൊക്കെ പോയിട്ട് ലോങ് അവേഴ്സ് ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും ഈ ഒരു പാൻഡമിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ വീടാണ്. നമുക്കറിയാം, കണക്കുകൾ നോക്കിയാൽ ഒരുപാട് ആളുകൾ ഈ ഒരു ഗാർഡനിങ്ങിലേക്കും അതേപോലെ തന്നെ പെറ്റ്സിനെ വളർത്താനും ഒക്കെ അതിൻ്റെ ഒരു കണക്ക് കൂടിയേക്കുന്ന വർഷങ്ങളാണ് ഈ കഴിഞ്ഞു പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, എനിക്ക് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ട് ആ ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സ്ഥലം കുറച്ചും കൂടി സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളതാക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിനകത്തൊക്കെ കംപ്ലീറ്റ്ലി അച്ചീവ് ആയിട്ടുണ്ടോ എന്നൊന്നും പറയുന്നില്ല, പക്ഷെങ്കിൽ നമ്മൾക്ക് ശ്രമിക്കാമല്ലോ. അങ്ങനെ ശ്രമിക്കുന്ന ഒരു 7 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം കേട്ടോ. ക്ലീൻ ആയിട്ടും അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുള്ളതും ആയിട്ടുള്ള ഒരു സ്ഥലം ഇഷ്ടമല്ലാത്ത ആരും തന്നെയില്ല. പക്ഷെങ്കിൽ പലപ്പോഴും നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എന്തൊക്കെയാണ് കളയാനുള്ളത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കുട്ടികളും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ശ്രമിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ സാധനങ്ങൾ ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ കുട്ടികളുടെ ടോയ്സും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റൂം ക്ലീൻ ചെയ്യാൻ വരുമ്പോഴത്തേക്കിനും ഫസ്റ്റ് തന്നെ ആ ബെഡ് ഒന്ന് വിരിച്ചിടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഈവൻ നമ്മളവിടെ ഒന്ന് ബ്രഷ് ചെയ്തില്ലെങ്കിൽ ആ തൂത്തൊന്നും ഇല്ലെങ്കിൽ തന്നെ ബെഡ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പകുതിയോളം ആ റൂം വൃത്തിയായി കിടക്കുന്നതായിട്ടാണ് തോന്നാറുള്ളത്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള സാധനങ്ങൾ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് ഒന്ന് എടുത്തുകൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ടേബിളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നിരന്ന് കിടക്കുമ്പോഴത്തേക്കിനും എവിടെയൊക്കെയോ അതിങ്ങനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇത് ഇനിയും കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെങ്കിൽ ഇത് ചെയ്യണമല്ലോ എന്നുള്ളൊരു കാര്യം വരാറുണ്ട്. അപ്പം അതൊന്ന് ആ തോന്നുന്ന സമയത്ത് തന്നെ അതൊന്ന് മാറ്റി അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഉള്ള സമയത്ത് അതൊരു സമാധാനം തരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ശീലിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾ ബൈയിങ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് എന്ത് സാധനം കണ്ടാലും അത് ശരിക്കും വീട്ടിലേക്ക് ആവശ്യമുള്ളതാണോ, അത് കൊണ്ടുവന്നാൽ വെക്കാനുള്ള സ്ഥലമുണ്ടോ എന്ന് പോലും ആലോചിക്കാതെ പെട്ടെന്ന് ഇമ്പൾസീവ് ബൈയിങ് എന്ന് പറയും. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ സാധനം പിക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു പ്രാവശ്യം ആലോചിക്കാം, ഇത് ശരിക്കും എനിക്ക് ആവശ്യമുള്ളതാണോ, ഇത് വെക്കാൻ വീട്ടിൽ സ്ഥലമുണ്ടോ, ഇതേപോലെയുള്ള ഒരു ഐറ്റം കൂടി, അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മളിപ്പം വാങ്ങാൻ പോകുന്ന സാധനത്തിൻ്റെ ഉപയോഗം എന്താണോ ആ സെയിം ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള വേറെ ഐറ്റം ഉണ്ടോ, ഈ ഒരു 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനം വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷനിൽ ആ മൊമെന്റിൽ തന്നെ എത്താനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അടുത്തൊരു കാര്യം എനിക്കിഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിനുള്ളിൽ വെക്കാൻ പറ്റുന്ന ചെടികളാണ്. ഞാൻ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയിട്ട് കുറേ നാളുകളായി. ആ ഒരു സമയത്ത് നമുക്ക് ബാൽക്കണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളൊന്നും വെക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ആദ്യം ഉണ്ടായിരുന്നുവെങ്കിലും പയ്യെ മനസ്സിലായത് നമ്മൾക്ക് ബാൽക്കണിയിൽ മാത്രമല്ല അകത്ത് വെക്കാനും ചെടികൾ വെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ള ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഒരു വെട്ടം വരുന്ന ഭാഗത്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും എല്ലാ ജനാലകളുടെയും അടുത്ത് ഒരു ചെടിയെങ്കിലും വെച്ച് അതിനെ ഒന്ന് ഇടയ്ക്കൊന്ന് പാമ്പർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്.
ഇതിനകത്ത് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഹാപ്പിനെസ് തരുന്നത്. അതായത് ഇതിൽ നമ്മൾ റെഗുലറായിട്ടൊക്കെ വെള്ളം ഒഴിച്ചു വരുമ്പോഴത്തേക്കിനും ഇത് നല്ലതുപോലെ തളിർത്ത് വരുന്നത് കാണാനും, ഇനി ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഗോൾഡൻ പോത്തോസിന് നമ്മൾ കുറച്ച് ദിവസങ്ങൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും അത് കരിഞ്ഞൊന്നും പോവത്തില്ല. പക്ഷേങ്കിൽ ഒരു വാടിപ്പോവും. ഞാൻ വെക്കേഷന് പോയിരുന്ന സമയത്ത് വെള്ളം ഒഴിക്കാതെ കുറച്ച് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് വന്നപ്പോഴത്തേക്കിനും ഇത് പഴയതുപോലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് വരുന്നത് കാണാനും, അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ഇങ്ങനെ മുട്ടിട്ട് വരുന്നത് കാണാനും ഒക്കെ അതൊക്കെ തന്നെ നമ്മളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഒരുപാട് ടൈം ഇപ്പോൾ ഈ ഒരു ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടൊന്നും സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരാളാണെങ്കിൽ ഒരുപാട് കെയർ വേണ്ടാത്ത ചെടികൾ വീടിനുള്ളിൽ വളർത്തുന്നതായിരിക്കും നല്ലത്. അതിന് എക്സാമ്പിളാണ് ഈ ഒരു ഗോൾഡൻ പോത്തോസ് അല്ലെങ്കിൽ നമ്മൾ മണി പ്ലാന്റ് എന്ന് പറയുന്നത്. അതിനിങ്ങനെ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒന്നുമായിട്ട് ഒരുപാട് കെയർ വേണ്ട ഒരു ചെടിയല്ല. അതേപോലെ തന്നെ അലോവേര ആണെങ്കിലും അത് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ തന്നെത്താനെ അങ്ങ് വളർന്നു പോയിക്കോളും. അതേപോലെ നമുക്ക് അതിൻ്റെ ഇലയിൽ നിന്ന് കിട്ടുന്ന ഒരു ജെല്ല് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും സാധിക്കും. നമ്മൾ ഈ ഗോൾഡൻ പോത്തോസിനൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്ലാസ്സിലും ജാറിലും ഒക്കെ ആക്കി വെക്കുന്നത് അത് നല്ല ഭംഗിയുള്ള ഒരു ഡെക്കർ ഐറ്റം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഇപ്പം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെക്കുമ്പോഴത്തേനും നമ്മുടെ റൂമിനുള്ളിൽ തന്നെ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ പൊടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് എന്തായാലും ഇലകൾക്ക് വേണ്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും വെള്ളം. അപ്പോൾ അതുവഴി അതിൻ്റെ പൊടിയൊന്നും പിടിക്കത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു നല്ല എയർ പ്യൂരിഫയറും കൂടിയാണ് ഇൻഡോർ പ്ലാന്റ്സ്. അതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വളരെ കാമായിട്ട് ഇരിക്കേണ്ടുന്ന ഒരു സമയത്ത് നമ്മൾക്ക് കൂടുതലും വീടിനുള്ളിൽ നല്ലൊരു സ്മെല്ലുണ്ടെങ്കിൽ അതൊത്തിരി മെൻ്റലിയും അതൊത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഈ നല്ല സ്മെല്ല് കിട്ടുന്ന ഒരുപാട് ക്യാൻഡിൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അഥവാ നമ്മൾ വാങ്ങുന്നില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ക്യാൻഡിൽസ് വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പം പലതരത്തിലുള്ള കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു കുക്ക് ചെയ്തതിൻ്റെയൊക്കെ ഒരു സ്മെല്ലും നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടും പല കാര്യങ്ങൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാടൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ റോസ് ക്യാൻഡിൽസ് ആണ് പിന്നെ ഉള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെയും എവിടാണോ അത് കത്തിച്ച് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ചുറ്റുപാടും ആയിരിക്കും അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നത്. ഇതെല്ലാം കൂടെ ഒരേ സമയത്ത് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. നമ്മൾ ഏത് സ്ഥലത്ത് ആണോ ഇരിക്കുന്നത്, എവിടെയാണോ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ഈ തരത്തിലുള്ള നല്ല സ്മെല്ല് കിട്ടുന്ന എന്തെങ്കിലും, ഈവൻ എനിക്ക് നമ്മൾക്ക് കിട്ടുന്ന സാമ്പ്രാണി തിരിയില്ലേ അതുപോലും നല്ല ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അതിൻ്റെ ഉപയോഗം അധികം നല്ലതല്ല എന്നൊരു കാര്യം അറിഞ്ഞതിന് ശേഷം വളരെ റെയറായിട്ട് മാത്രം വല്ലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ 1-2 പാക്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം അത് തീരുന്നത് വരെയൊക്കെ ഇടയ്ക്കൊക്കെ മാത്രം ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഈ ഒരു സെൽഫ് പാമ്പറിങ് എന്ന് പറയുന്നത് വലിയ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, കുട്ടികൾക്കും അത് ഇടയ്ക്കൊക്കെ ആവശ്യമാണ്. അപ്പം അവർക്ക് ബബിൾ ബാത്ത് കിട്ടും. അപ്പം അത് നമ്മളിപ്പം ടബിലൊക്കെ കുട്ടികളെ കളിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളവരെ കളിപ്പിച്ചിട്ട് കുളിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ നല്ല ഹാപ്പി ആയിരിക്കും. നമ്മൾ കുട്ടികൾക്ക് ഇതേപോലെ ബബിൾ ബാത്ത് കൊടുക്കുന്ന ആ ഒരു സെയിം സമയത്ത് തന്നെ വലിയ ആളുകൾക്കും ആ ഒരു സെൽഫ് പാമ്പറിങ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് സീ സോൾട്ട് ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീംസിന് നമുക്കൊരു സൂത്തിങ് എഫക്റ്റ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ മൂവി കാണാനായിട്ടൊക്കെ ഇപ്പം മൂവി തിയേറ്ററിൽ പോയിട്ട് മൂവി കാണുന്ന സമയങ്ങളിൽ ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. വളരെ ലൈറ്റൊന്നും ഇല്ലാതെ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നല്ല കോസി ആയിട്ട് ഇരുന്നിട്ടാണ് ഈ മൂവി കാണുന്നത്. ആ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി പലരും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മൂവി തിയേറ്റേഴ്സ് ഒന്നും തന്നെ ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരുപാട് മൂവിയൊക്കെ OTT പ്ലാറ്റ്ഫോമിലൊക്കെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കിനും അത് അതിൻ്റേതായിട്ടുള്ള ഒരു സ്പിരിറ്റിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന, അതിൻ്റെ കൂടെ തന്നെ പലരും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള കാര്യമാണ് ചെറിയ ചെറിയ ഡിം ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പലരും ശ്രമിച്ചിട്ടുള്ളത്.
ഒരു അരണ്ട വെളിച്ചത്തിലിരുന്നിട്ട് ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് എല്ലാവർക്കും കൂടെ ഇഷ്ടമുള്ളൊരു പ്രോഗ്രാം കാണുന്നതും ഒക്കെ മനസ്സിനൊരു സന്തോഷം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമുക്ക് റൂമിൽ നല്ല ലൈറ്റ് ഉള്ളപ്പോഴത്തേക്കിനും അവിടെ ഇരുന്ന് വായിക്കുന്നതും അതേപോലെ തന്നെ നമ്മളുടെ ബുക്സിന്റെ അടുത്ത് ഒരു ചെറിയ ലൈറ്റ് വെച്ചിട്ട് അവിടെ ഇരുന്ന് വായിക്കുന്നതും തമ്മിൽ മൂഡിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ വായിക്കുന്ന കാര്യത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്ത് വായിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഒരു മൂഡ് ഷിഫ്റ്റ്സ് ഒക്കെ വലിയ ആളുകൾക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ വീട്ടിൽ ഉള്ള നമ്മൾക്ക് നല്ല കോസി ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാതെ തന്നെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സർഫസ് കാണാനായിട്ട് പറ്റും അല്ലേ. ചില സ്ഥലങ്ങളിൽ നല്ല ഹാർഡായിരിക്കും. നമ്മളുടെ വീട്ടിൽ എത്രയോ സാധനങ്ങളുണ്ട്. ഇപ്പം വുഡ് പീസസ് ഒക്കെ ആണെങ്കിൽ അത് നല്ല ഹാർഡായിരിക്കും. അതേസമയം കുഷൻസ് ആണെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും. നമ്മളിരിക്കുന്ന സോഫയാണെങ്കിൽ ഒരു മീഡിയം ലെവലിലായിരിക്കും. അതേപോലെ ലെതർ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഓരോന്നിനും ഓരോ ടെക്സ്ചറാണുള്ളത്. നമ്മൾ ഇതിനൊക്കെ ഒരു ദിവസത്തിൽ പല സമയങ്ങളിലായിട്ട് തൊടുന്നുണ്ട്. അപ്പം ആ ഓരോ സമയവും അത് നമ്മളിലേക്ക് ശരിക്കും പറഞ്ഞാൽ പഠനങ്ങൾ പറയുന്നത് നമ്മൾ തൊടുന്ന ഒരു സർഫസ് ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്കൊരു എനർജി കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓരോ സർഫസും നമുക്ക് തരുന്ന എനർജി എന്ന് പറയുന്നത് പലതരത്തിലുള്ളതായിരിക്കും. ആ ഒരു സർഫസ് അനുസരിച്ച് തന്നെ നമ്മൾ അവിടെ ഇരിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ പോകുന്നതോ ആയിട്ടുള്ള സ്ഥലത്തിന് നമ്മൾക്ക് തന്നെ നമ്മൾ അറിയാതെ തന്നെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കുറച്ച് ഇച്ചിങ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും തന്നെ ഇടാനായിട്ട് വലിയ ഇഷ്ടമായിരിക്കത്തില്ല. അതേസമയം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടാനായിട്ട് അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഇതെല്ലാം തന്നെ ശരി ഇപ്പം നമ്മൾ നോക്കിയിട്ട് പറയുകയും ചെയ്യും, ഇത് ഒരിടത്തും അവരെ കുത്തിക്കൊള്ളുന്നു അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നുമില്ല. പക്ഷെങ്കിൽ അവർ ഒരിക്കലും അവർക്കത് ഇടണ്ടെന്ന് പറഞ്ഞിട്ട് അവർ നല്ല ബഹളമായിരിക്കും. അതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. അവരെ അത് യാതൊരു വിധത്തിലും അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, വേദന കൊടുക്കുന്നില്ല, ഒന്നുമില്ലെങ്കിലും അവർക്ക് അത് മെന്റലി അവരങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് അവരുടെ ഉള്ളിൽ അതൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇഷ്ടമല്ലാത്തൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരത് ഇടണ്ടെന്ന് പറയുന്നത്. ഈ ഒരു ഫാക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നമ്മളുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഏതൊക്കെ ഡിഫറെന്റ് രീതിയിലാണ് നമ്മളുടെ വീട്ടിലുള്ള ഓരോ സാധനത്തിന്റെയും സർഫസ് ഇരിക്കുന്നതെന്നുള്ളത്. നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം കേൾക്കാനായിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കത്തില്ലേ, നല്ലതായിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമായോ എന്നുള്ളത്. അതുമൊക്കെ നമ്മളുടെ ഉള്ളിൽ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ. അതേപോലെ നമുക്ക് എല്ലാവർക്കും നമ്മളുടെ നമ്മളിരിക്കുന്ന ഒരു സ്പേസ് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നാനായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള നമ്മളുടെ മനസ്സുമായിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനിപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിപ്പം എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവണം എന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവും പലർക്കും ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഫോണിൻ്റെ കോൺടാക്ട്സ് വഴി ഒന്ന് സ്ക്രോൾ ചെയ്താൽ തന്നെ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടായിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് അടുപ്പമില്ലാത്ത ഒരാളുടെയെങ്കിലും നമ്പർ കിട്ടും. ആ ആളെ ഒന്ന് കോൺടാക്ട് ചെയ്താലും നമ്മളുടെ ഈ ഒരു ഫീലിംഗ് കുറച്ച് നേരത്തേക്കെങ്കിലും മാറ്റിവെക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.